ഒരിക്കൽ നാരദൻ വിഷ്ണുവിനോട് മായയുടെ അർത്ഥമെന്താണെന്ന് ചോദിച്ചു. വിഷ്ണു മറുപടി പറഞ്ഞു, അതൽപ്പം സങ്കീർണമാണ്. ആദ്യം എനിക്കൽപ്പം വെള്ളം കൊണ്ടുവരാമോ? നാരദൻ വെള്ളം കൊണ്ടുവരാൻ ഒരു നദിക്കരയിലേക്ക് പോയി. എന്നാൽ അവിടെ വെച്ച് കണ്ട ഒരു സുന്ദരിയായ യുവതിയിൽ അദ്ദേഹം ആകൃഷ്ടനായി. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അദ്ദേഹം അവളെ അവളുടെ ഗ്രാമത്തിലേക്ക് പിന്തുടർന്നു. അവിടെ വെച്ച് അദ്ദേഹം അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവർ വിവാഹിതരാകുകയും താമസിയാതെ നാരദൻ ഒരച്ഛനാവുകയും പിന്നീട് മുത്തച്ഛനാവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു പ്രപൗത്രൻ പോലുമുണ്ടായി. തന്റെ പുതിയ ജീവിതത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദുരന്തം സംഭവിച്ചു. കനത്ത മഴ കാരണം പ്രളയമുണ്ടായി. നാരദന്റെ വീടും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഒലിച്ചുപോയി. വെള്ളത്തിൽ ഒഴുകി നീങ്ങുമ്പോൾ അദ്ദേഹം നിരാശയോടെ നിലവിളിച്ചു. ആ നിമിഷം വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ രക്ഷിച്ചു. ശാന്തനായി വിഷ്ണു നാരദനോട് ചോദിച്ചു, ഞാൻ ആവശ്യപ്പെട്ട വെള്ളമെവിടെ? ഹൃദയം തകർന്ന് നാരദൻ നിലവിളിച്ചു, എന്റെ കുടുംബത്തെയും വീടിനെയും പ്രിയപ്പെട്ടവരെയും എല്ലാം നഷ്ടപ്പെട്ട എന്നോട് നിങ്ങൾക്കെങ്ങനെ വെള്ളം ചോദിക്കാൻ തോന്നി? വിഷ്ണു മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാരദ, ശാന്തനാകൂ. നിന്റെ ഈ കുടുംബം എവിടെ നിന്നു വന്നു? ഓർക്കുക, ഈ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമാണ് ശാശ്വതനും മാറ്റമില്ലാത്തതുമായ യാഥാർത്ഥ്യം. നിങ്ങൾ യാഥാർത്ഥ്യമെന്ന് കരുതിയ ജീവിതം ഉൾപ്പെടെ മറ്റെല്ലാം ഒരു മിഥ്യയാണ്, മായയാണ്. എന്റെ പ്രിയപ്പെട്ട ഭക്തനായ നിനക്കും ഈ മായാബന്ധത്താൽ സത്യം ഗ്രഹിക്കാനായില്ല.